ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കാത്ത് കേരളം. തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലും വോട്ടെണ്ണൽ നാളെ. QR അധിഷ്ഠിത തിരിച്ചറിയൽ കാർഡുള്ളവർക്ക് മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശനമുള്ളൂ എന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ആധാർ പുനർരൂപകൽപ്പന ചെയ്യുന്നുവെന്ന വാർത്തകൾ നിഷേധിച്ച് കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം. രാജ്യത്തെ ആരോഗ്യ കുടുംബക്ഷേമ കേന്ദ്രങ്ങളിൽ അഗ്നിസുരക്ഷാ വാരാചരണം നാളെ മുതൽ. വാർത്തകൾ വിശദമായി. ജനഹിതമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട് എന്നീ 4 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും വോട്ടെണ്ണൽ നാളെ രാവിലെ 8-ന് ആരംഭിക്കും. കേരളത്തിൽ ഹാട്രിക് വിജയപ്രതീക്ഷയാണ് LDF-ന്. ഭരണം തിരിച്ചുപിടിക്കുമെന്ന ഉറപ്പിലാണ് UDF. നിയമസഭയിൽ മികച്ച സാന്നിധ്യമുണ്ടാകുമെന്ന് NDAയും പ്രതീക്ഷിക്കുന്നു. 140 സീറ്റാണ് കേരളത്തിലുള്ളത്. പശ്ചിമബംഗാൾ 294, തമിഴ്നാട് 234, അസം 126, പുതുച്ചേരി 33 എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ സീറ്റുകൾ. QR അധിഷ്ഠിത തിരിച്ചറിയൽ കാർഡുള്ളവർക്ക് മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശനമുള്ളൂവെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ നടപ്പാക്കിയ QR അധിഷ്ഠിത തിരിച്ചറിയൽ കാർഡ് സംവിധാനം ഇത്തവണ തിരഞ്ഞെടുപ്പ് നടന്ന എല്ലാ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കിയിട്ടുണ്ട്. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. വോട്ടെണ്ണലിനോട് അനുബന്ധിച്ച് സംസ്ഥാനത്തൊട്ടാകെ 32,301 പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. 20 കമ്പനി CRPF ഉൾപ്പെടെയാണിത്. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സാഹചര്യത്തിൽ വോട്ടെണ്ണൽ ദിനത്തിൽ എന്തെങ്കിലും കൂടുതൽ നിയന്ത്രണങ്ങൾ ആവശ്യമാണെങ്കിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് അത് ഏർപ്പെടുത്താമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ പുതുതായി ഏർപ്പെടുത്തിയ 3 തലങ്ങളിലായുള്ള സുരക്ഷാ പരിശോധനകൾ ഉണ്ടാകും. റിട്ടേണിംഗ് ഓഫീസർമാർ അടക്കം എല്ലാവർക്കും QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം. തപാൽ വോട്ടുകളായിരിക്കും ആദ്യം എണ്ണിത്തുടങ്ങുന്നത്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഫലസൂചനകൾ ലഭിച്ചു തുടങ്ങും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ സ്ഥാനാർത്ഥികളുടെ പേരും ഏത് റൗണ്ടാണ് എണ്ണുന്നതെന്നും പ്രദർശിപ്പിക്കും. ഓരോ കൌണ്ടിംഗ് ടേബിളിനടുത്തും മൈക്രോ ഒബ്സർവർമാർ ഉണ്ടായിരിക്കും. ഒരു റൗണ്ട് പൂർത്തിയാകുന്നതിന് ശരാശരി 5 മുതൽ 8 മിനിറ്റ് വരെ സമയമാണ് കണക്കാക്കുന്നത്. പാലക്കാട് ജില്ലയിൽ 12 നിയോജക മണ്ഡലങ്ങളിൽ വോട്ടുകൾ എണ്ണുന്നതിന് 3 കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. പാലക്കാട് ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നതിന് 3 കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പത്തിരിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂളിലും, കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ അകത്തേത്തറ NSS എഞ്ചിനീയറിംഗ് കോളേജിലും, തരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലും നടക്കും. ജില്ലയിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും പെട്രോളിംഗിനും ഉൾപ്പെടെ 2150ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിരിക്കുന്നത്. പ്രശ്നസാധ്യതയുള്ള പ്രദേശങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി ഓഫീസുകൾ തുടങ്ങിയ ഇടങ്ങളിൽ പോലീസ് നിരീക്ഷണം ഉണ്ടായിരിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 9 മണി മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തിരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. പശ്ചിമ ബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ ഈ മാസം 21-ന് റീപോളിംഗ് നടത്തുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കഴിഞ്ഞ മാസം നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേട് നടന്നെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വോട്ടെണ്ണൽ ഈ മാസം 24-നാണ്. ആധാർ പുനർരൂപകൽപ്പന ചെയ്യുന്നുവെന്ന വാർത്തകൾ നിഷേധിച്ച് കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം. ഈ വർഷം അവസാനത്തോടെ ആധാർ വിവരങ്ങൾ വെറും ഫോട്ടോയും QR കോഡും മാത്രമായി മാറ്റുമെന്ന റിപ്പോർട്ടുകളും സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളും പുറത്തുവന്നിരുന്നു. അത്തരം മാറ്റങ്ങൾക്ക് പദ്ധതിയില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇത്തരം കാര്യങ്ങളിൽ ഔദ്യോഗിക വിശദീകരണം മാത്രമേ കണക്കിലെടുക്കാവൂ എന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ ആരോഗ്യ കുടുംബക്ഷേമ കേന്ദ്രങ്ങളിൽ നാളെ മുതൽ അഗ്നിസുരക്ഷാ വാരം ആചരിക്കും. ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളിലെ അഗ്നിബാധ തടയുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് വാരാചരണം. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീൽ ശ്രീവാസ്തവ നാളെ കർത്തവ്യ ഭവനിൽ അഗ്നിസുരക്ഷാ വാരം ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 46,313 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യയിലേക്കുള്ള കപ്പൽ MT സർവശക്തി ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. 18 ഇന്ത്യക്കാർ ഉൾപ്പെടെ 20 ജീവനക്കാരുള്ള കപ്പൽ ഈ മാസം 13-ന് വിശാഖപട്ടണത്ത് എത്തിച്ചേരുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ലോകത്തെ ആദ്യ മൾട്ടി സെൻസർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. വിശദാംശങ്ങളിലേക്ക്. ഒരേ പ്ലാറ്റ്ഫോമിൽ ഒപ്റ്റിക്കൽ റഡാർ സെൻസറുകൾ സംയോജിപ്പിക്കുന്ന ആദ്യ ദൌത്യമാണ് ദൃഷ്ടി. ഏത് കഠിനമായ കാലാവസ്ഥയിലും ഭൂമിയുടെ വ്യക്തമായ ചിത്രങ്ങൾ നൽകാൻ ഈ ഉപഗ്രഹത്തിന് സാധിക്കും. നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ ദൌത്യം പ്രതിരോധം, കൃഷി, ദുരന്ത നിവാരണം എന്നീ മേഖലകളിൽ നിർണായക വിവരങ്ങൾ ലഭ്യമാക്കും. ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ പ്രധാന നേട്ടമാണ് മിഷൻ ദൃഷ്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റോസാർ ഉപഗ്രഹത്തിന്റെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഉപഗ്രഹത്തിന്റെയും വിജയകരമായ വിക്ഷേപണമാണിതെന്നും രാഷ്ട്ര നിർമ്മാണത്തിനുള്ള യുവാക്കളുടെ അഭിനിവേശത്തിന്റെ തെളിവാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പഞ്ചായത്ത് വികസന പദ്ധതികൾ തയ്യാറാക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ ശില്പശാലയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. അടിസ്ഥാന തലത്തിൽ ഡാറ്റ അധിഷ്ഠിത ആസൂത്രണം ശക്തിപ്പെടുത്തുക എന്നതാണ് ശില്പശാലയുടെ ലക്ഷ്യം. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ നീറ്റ് ഇന്ന് നടന്നു. പരീക്ഷയ്ക്ക് ദുബായിലും ഷാർജയിലും കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്നു. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 2019 മുതലാണ് നീറ്റ് പരീക്ഷ നടത്തിവരുന്നത്. ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ നിയോഗിച്ച നയതന്ത്ര സംഘത്തിന്റെ ഉപദേഷ്ടാവായി നിക് സ്റ്റുവാർട്ടിനെ നിയമിച്ചതായി വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചു. പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ ഉപദേഷ്ടാവായാണ് പരിചയസമ്പന്നനായ നയവിദഗ്ധൻ നിക് സ്റ്റുവാർട്ട് എന്ന് വൈറ്റ് ഹൌസ് വക്താവ് ഒലീവിയ വെയിൽസ് പ്രസ്താവനയിൽ അറിയിച്ചു. ഫ്രാൻസിൽ ഇംഗ്ലീഷ് ചാനൽ കടക്കാൻ ശ്രമിച്ച കുടിയേറ്റ ബോട്ട് തീരത്തേക്ക് ഇടിച്ചുകയറി 2 മരണം, 16 പേർക്ക് പരിക്കേറ്റു. ബൊളോൺ സർ മെറിനടുത്തുള്ള ഹാർഡ്ലോട്ടിൽ നിന്ന് രാത്രി 82 പേരുമായി പുറപ്പെട്ട ബോട്ടാണ് എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ടത്. സുഡാനിലെ ഡ്രോൺ ആക്രമണത്തിൽ 5 മരണം. വൈറ്റ് നൈൽ പ്രവിശ്യയിൽ നിന്ന് ഓംദുർമാനിലേക്ക് പോകുകയായിരുന്ന വാഹനത്തെ സുഡാനിലെ അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചുവെന്നാണ് സൂചന. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 7 വിക്കറ്റ് ജയം. 2ാം മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിന് അയച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിൽ പ്രിന്റിംഗ് പ്രസ്സിൽ തീപിടുത്തം. വെള്ളയിൽ ജോസഫ് റോഡിലുള്ള റെഡ് സ്റ്റാർ പ്രസ്സിലാണ് തീപിടുത്തമുണ്ടായത്. കടലാസ് റോളുകളും ഷീറ്റുകളുമെല്ലാം കത്തിനശിച്ചു. ഞായറാഴ്ച പ്രസ്സിന് അവധിയായതിനാൽ തീപിടുത്തമുണ്ടായ സമയം ജീവനക്കാർ ആരും പ്രസ്സിൽ ഉണ്ടായിരുന്നില്ല. കണ്ണൂർ അയ്യൻകുന്നിൽ കാട്ടാന ശല്യം തടയുന്നതിനായി സ്ഥാപിക്കുന്ന സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം ഈ മാസം 31-നുള്ളിൽ പൂർത്തിയാക്കും. തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ പ്രദേശവാസികളെ വേലി നിർമ്മാണത്തിൽ പങ്കാളികളാക്കാനും ഉന്നതതല അവലോകന യോഗം തീരുമാനിച്ചു. തൃശൂർ വാണിയമ്പാറയിൽ 25 ഗ്രാം MDMA-യുമായി 2 പേരെ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടി. കാറിൽ കടത്തുകയായിരുന്ന മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കാത്ത് കേരളം. തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലും വോട്ടെണ്ണൽ നാളെ. QR അധിഷ്ഠിത തിരിച്ചറിയൽ കാർഡുള്ളവർക്ക് മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശനമുള്ളൂ എന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ആധാർ പുനർരൂപകൽപ്പന ചെയ്യുന്നുവെന്ന വാർത്തകൾ നിഷേധിച്ച് കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം. രാജ്യത്തെ ആരോഗ്യ കുടുംബക്ഷേമ കേന്ദ്രങ്ങളിൽ അഗ്നിസുരക്ഷാ വാരാചരണം നാളെ മുതൽ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.